അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച് 9 വർഷത്തിലധികം കഴിഞ്ഞെങ്കിലും ഇതുവരെ ഇന്ത്യൻ ടീമിലെ സ്ഥിരം ഭാഗമായി മാറുവാനാകാത്ത ഒരു താരമാണ് മലയാളിയായ സഞ്ജു സാംസൺ. ഇക്കഴിഞ്ഞ ശ്രീലങ്കയ്ക്കെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിൽ സഞ്ജു കളിച്ച 2 T20കളിലും ഡെക്കായി പുറത്തായിരുന്നു. അതിനു പിന്നാലെ വലിയ വിമർശനമാണ് സഞ്ജുവിനെതിരെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നാലെ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ നിന്നും സഞ്ജുവിനെ പുറത്താക്കിയിരുന്നു. ഇപ്പോൾ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യൻ ടീം നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ്. ഒന്നാമത്തെ ഏകദിനം സമനിലയിൽ കലാശിച്ചപ്പോൾ ഇന്നലെ നടന്ന രണ്ടാമത്തെ ഏകദിനത്തിൽ ടീം ഇന്ത്യ നേരിട്ടത് 32 റൺസ് എന്ന വൻ തോൽവി. ഇന്നലെയും ബാറ്റിംഗ് നിരയിൽ നായകൻ രോഹിത് ശർമ്മ ഒഴികെ ആരും തിളങ്ങിയില്ല. കഴിഞ്ഞ ദിവസത്തെ മാച്ചിൽ വിക്കറ്റ് കീപ്പർ ലോകേഷ് രാഹുൽ ഡെക്കായി മടങ്ങി. താരം നേരിട്ട രണ്ടാം ബോളിൽ തന്നെ പുറത്തായി. ഒപ്പം വിക്കറ്റിന് പിന്നിൽ രാഹുൽ ഫ്ലോപ്പായി. ബൈ റൺസ് അടക്കം 9 റൺസ് രാഹുൽ വഴങ്ങി. ഇതിനു പിന്നാലെയാണ് ഇന്ത്യൻ ടീം മാനേജ്മെന്റിനെതിരെ വലിയ വിമർശനം ശക്തമാകുന്നത്. രാഹുൽ ഫ്ലോപ്പായാലും മറ്റും ടീമിന് പ്രശ്നമില്ല. എന്നാൽ ഈ സ്ഥാനത്ത് സഞ്ജു എങ്ങാനുമാണെങ്കിലോ അദ്ദേഹം നെക്സ്റ്റ് മാച്ചിൽ ടീമിന് പുറത്തായെന്നാണ് ആരാധകർ പറഞ്ഞു വെക്കുന്നത്. തന്റെ അവസാന ഏകദിനത്തിൽ സൗത്ത് ആഫ്രിക്കൻ ടീമിനെതിരെ സെഞ്ചുറി നേടിയ സഞ്ജു സാംസണെയാണ് ശ്രീലങ്കൻ പരമ്പരയെന്നും ഒഴിവാക്കിയതെന്നും ഓർക്കണം. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.